തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസവും 8 മണിക്കൂർ ജോലി എന്നതാണ് പലരുടെയും രീതി. ചർച്ചയായി ദീപികയുടെ വാക്കുകൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഒരുപാട് പുരുഷ താരങ്ങളും സൂപ്പർ താരങ്ങളും അമ്മയായ സ്ത്രീകളും 8 മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്നത് തനിക്ക് അറിയാമെന്നും എന്നാൽ അതൊന്നും വാർത്തയാവാത്ത തൻ്റെ കാര്യത്തിൽ മാത്രം ഇത്ര ചർച്ചയായത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നുമാണ് ദീപിക പറയുന്നത്. നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം കൽക്കിയുടെ 2ാം ഭാഗത്തിൽ നിന്നും ദീപിക പദുക്കോണിനെ പുറത്താക്കിയത് വലിയ വാർത്തയായിരുന്നു. ദിവസം 8 മണിക്കൂർ മാത്രമേ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയൂ എന്ന ദീപികയുടെ തീരുമാനമാണ് താരത്തിന് പുറത്തേക്കുള്ള വഴി തെളിച്ചതെന്നും 2ാം ഭാഗത്തിൽ ദീപികയ്ക്ക് സ്ക്രീൻ ടൈം കുറവാണെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് ദീപിക പദുക്കോൺ. ഒരുപാട് പുരുഷ താരങ്ങളും സൂപ്പർ താരങ്ങളും അമ്മയായ സ്ത്രീകളും 8 മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്നത് തനിക്കറിയാമെന്നും എന്നാൽ അതൊന്നും വാർത്തയാവാതെ തൻ്റെ കാര്യത്തിൽ മാത്രം ഇത്രയും ചർച്ചയായത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നാണ് ദീപിക പറയുന്നത്. കൂടാതെ സൂപ്പർ താരങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രമാണ് ജോലി ചെയ്യുന്നതെന്നും ദീപിക കൂട്ടിച്ചേർത്തു. ഒരുപാട് പുരുഷ സൂപ്പർ താരങ്ങൾ വർഷങ്ങളായി 8 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ എന്നത് രഹസ്യമല്ല. പക്ഷെ അതൊന്നും തലക്കെട്ടായി മാറില്ല. ഞാൻ ആരുടെയും പേര് പറഞ്ഞ് യാതൊരു വലിയ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചില നടന്മാർ വർഷങ്ങളായി 8 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലരും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ദിവസവും 8 മണിക്കൂർ എന്ന രീതിയിലാണ് ജോലി ചെയ്യുന്നത്. അവർ വാരാന്ത്യത്തിൽ ജോലി ചെയ്യില്ല. അമ്മയായതും അല്ലാത്തതുമായ സ്ത്രീകളും 8 മണിക്കൂർ ജോലി ചെയ്യുന്നത് എനിക്കറിയാം. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, അതും വാർത്തയാകുന്നില്ല. എൻ്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്. മുമ്പ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. ആദ്യത്തെ ആളാകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. തെറ്റുകൾ വരുത്തുന്നതും എനിക്ക് ഓക്കെയാണ്. എന്നെ തെറി പറഞ്ഞാലും ഓക്കെയാണ്. അതിനോടൊന്നും എനിക്ക് എതിർപ്പില്ല. കാരണം എനിക്ക് സ്വയം പുതുക്കുകയും അതിർത്തികൾ തകർക്കുകയും വേണം. CNBC ടിവിക്ക് 18 നൽകിയ അഭിമുഖത്തിലായിരുന്നു ദീപികയുടെ പ്രതികരണം. ഇനി കിങ്ങിൽ ഷാരൂഖിനൊപ്പം. കൽക്കിയുടെ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് ആണ് ദീപികയെ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ നിന്നും പുറത്താക്കിയെന്ന് ഔദ്യോഗികമായി അറിയിച്ചത്. ഷാരൂഖ് ഖാൻ നായകനായി എത്തുന്ന കിങ് ആണ് താരത്തിന്റെ പുതിയ ചിത്രം. കിങ്ങിൽ വേണ്ടിയാണ് ദീപിക കൽക്കിയിൽ നിന്നും സ്വയം എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പഠാൻ സംവിധായകൻ സിദ്ധാർത്ഥ് ആനന്ദുമായി ഷാരൂഖ് ഖാൻ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ സിനിമാ പ്രേമികൾക്കിടയിൽ വൻ ഹൈപ്പ് ഉള്ള ചിത്രമാണ് കിങ്. തുടർ പരാജയങ്ങൾക്ക് ശേഷം എടുത്ത ഇടവേളയ്ക്ക് ശേഷം ഷാരൂഖ് ഖാൻ വൻ ബോക്സ് ഓഫീസ് വിജയത്തിലേക്ക് തിരിച്ചെത്തിയ ചിത്രമായിരുന്നു പഠാൻ. അഭിഷേക് ബച്ചൻ, അനിൽ കപൂർ, റാണി മുഖർജി, ജാക്കി ഷറഫ്, അർഷാദ് വർസി, അഭയ് വർമ്മ തുടങ്ങി വമ്പൻ താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന്